നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. ലൈവ് അറ്റ് 6 ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ ഭരണ പ്രതിപക്ഷം. കുട്ടികളിൽ സിനിമയുടെയും സീരിയലിന്റെയും സ്വാധീനമെന്ന് മുഖ്യമന്ത്രി. ഉപദേശം മാത്രം പോരെന്ന് VD സതീശൻ. TP കേസ് പ്രതികളുടെ പരോൾ ചർച്ചയാക്കിയതിൽ പിണറായി. അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി അവിടെ പറയാറുണ്ട്. സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്നും കൊലപാതകങ്ങൾക്ക് കുറവില്ല. പത്തനംതിട്ടയിൽ ഭാര്യയെയും സുഹൃത്തിനെയും ഭർത്താവ് വെട്ടിക്കൊന്നു. പാലക്കാട്ട് ഭാര്യയെ വെടിവെച്ചു കൊന്ന് ഭർത്താവ് ജീവനൊടുക്കി. പ്രതിഷേധങ്ങൾക്കിടെ ഷഹബാസ് കൊലക്കേസ് പ്രതികൾ SSLC പരീക്ഷ എഴുതി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കരുത്ത് കാട്ടി നിയമസഭയിലേക്ക് ആശാ വർക്കർമാരുടെ മാർച്ച്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. കേന്ദ്രം പണം നൽകുന്നില്ലെന്ന് ആവർത്തിച്ച ആരോഗ്യമന്ത്രി. സമരത്തിൽ കുട വിതരണം ചെയ്ത സുരേഷ് ഗോപിയെ പരിഹസിച്ച CIT. സുരേഷ് ഗോപി എത്തുന്നു സമരകേന്ദ്രത്തിൽ. എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്നു. ഇപ്പൊ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. കുടുംബത്തിന്റെ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. നിരാശയെന്ന് ഭാര്യ മഞ്ജുഷ. അഭിപ്രായം പറയാനുള്ള ആർജവം അടിയറവ് വെക്കരുതെന്ന് പ്രതി PP ദിവ്യയുടെ പോസ്റ്റ്. സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പാർട്ടിക്ക് യോജിപ്പില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി നയിക്കുമോ? ഉത്തരത്തിൽ സസ്പെൻസ് നിലനിർത്തി MV ഗോവിന്ദൻ. And the Oscar goes to Anora Sean Baker. ഓസ്കറിൽ തിളങ്ങി അനോറ. 5 പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. ഏഡ്രിയൻ ബ്രോഡിക്ക് മികച്ച നടൻ. മികച്ച നടി മിക്കി മാഡിസൺ. അനൂജ സിനിമ നിരാശപ്പെടുത്തി. വിശദമായി നോക്കാം. കേരളം ലഹരി മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പുകഞ്ഞില്ലാതാകുന്ന യുവത്വത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ലഹരി കേസുകളിൽ ഏറ്റവും ഉയർന്ന ശിക്ഷാനിരക്ക് കേരളത്തിലാണെന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ ശിക്ഷാനിരക്ക് 98% മുകളിലാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ലഹരി ഉപയോഗം വർദ്ധിച്ചതാണ് കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും പെരുകാൻ കാരണമെന്ന് പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല. അതിനിടെ വിഷയം അവതരിപ്പിക്കുന്നതിനിടെ മുഖ്യമന്ത്രിക്ക് നേർക്ക് നടത്തിയ മിസ്റ്റർ പ്രയോഗം പിണറായി വിജയനെ പ്രകോപിതനാക്കി. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി അവിടെ പറയാറുണ്ട്. ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം. കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല. സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം. അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത്? ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്? ഇതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത്. നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? ഒപ്പമുള്ളവനെ തോൽപ്പിച്ചേ മതിയാകൂ എന്ന ചിന്താഗതിയിലാണ്
പുതുതലമുറയുടെ വളർച്ചയെന്ന് പ്രമേയത്തിന് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി. ഒപ്പമുള്ളവർ ശത്രുക്കളാണെന്ന മനോഭാവമാണ് വളർത്തുന്നത്. ഡിജിറ്റൽ അഡിക്ഷനിലൂടെ ഓരോരുത്തരും അവരവരുടെ സ്വകാര്യ ലോകങ്ങളിൽ ഒതുങ്ങുകയാണെന്നും മുഖ്യമന്ത്രി. നമ്മുടെ ലോകം തിന്മയും തെമ്മാടികളും മാത്രമല്ല, നന്മയും നല്ലവരും കൂടി ഉള്ളതാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ലഹരിക്കും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കും എതിരെ ഒറ്റക്കെട്ടായ ചെറുത്തുനിൽപ്പിന് ആഹ്വാനം ചെയ്താണ് 2.5 മണിക്കൂർ നീണ്ട ചർച്ച അവസാനിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട കലഞ്ഞൂർ പാടത്ത് ഇരട്ട കൊലപാതകം. ഭാര്യയെയും സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. പ്രതി ബൈജുവിന്റെ ഭാര്യ വൈഷ്ണവി, അയൽവാസി വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സാമ്പത്തിക ഇടപാടുകളും ഭാര്യയിലുള്ള സംശയവുമാണ് കൊലപാതകത്തിന് കാരണം. ഇന്നലെ രാത്രി ബൈജുവും വൈഷ്ണവിയും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ വൈഷ്ണവി അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിലെത്തി. പിന്നാലെ എത്തിയ ബൈജു കൊടുവാളുകൊണ്ട് വൈഷ്ണവിയെ വെട്ടിക്കൊലപ്പെടുത്തി. തടയാൻ ശ്രമിച്ച വിഷ്ണുവിനെയും പ്രതി ആക്രമിച്ചു. വിഷ്ണുവിനെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരിച്ചു. വിഷ്ണുവുമായുള്ള സാമ്പത്തിക ഇടപാടുകളും ഭാര്യയിലുള്ള സംശയവുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് FIR-ൽ പറയുന്നത്. ഇവര് തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ട് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ നമുക്ക് അറിയാവുന്ന പറയുന്നത് ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഈ ഇവിടുത്തെ അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്ത പൈസയുടെ കാര്യവും വിഷ്ണുവും ബൈജുവും തമ്മിൽ പൈസ ഏർപ്പാടൊന്നുമില്ല. കൊലപാതകത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. വിഷ്ണുവും പ്രതി ബൈജുവും സുഹൃത്തുക്കളാണ്. ഒന്നിച്ച് ജോലിക്ക് പോയിരുന്ന ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കൂട്ടുകാരൻ തന്നെയാണ്. ഇന്നലെ അവൻ എൻ്റെ കടയിൽ വരികയും ഇവർ രണ്ടുപേരുടെ ഞാൻ തോന്നുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തതാണ്. വിഷ്ണുവും ബൈജുവും കൂടെ ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരുമാണ്. നമ്മുടെ നല്ല കൂട്ടുകാരാണ്. നല്ല യാതൊരു നമ്മളെല്ലാം ഒരു വിഷയം ഇവരൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടിലും നല്ല സഹനമുള്ള പിള്ളേരാണ്. പ്രതി ബൈജുവും വൈഷ്ണവിയും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇരുവരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. കൊലപാതകത്തിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നറിയാൻ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് വണ്ടാഴിയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവിന്റെ ആത്മഹത്യ. വണ്ടായി സ്വദേശി കൃഷ്ണകുമാറാണ് അധ്യാപികയായ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയത്. ഭാര്യയോടുള്ള സംശയവും തുടർന്നുണ്ടായ കുടുംബ പ്രശ്നവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വണ്ടാഴി സ്വദേശി കൃഷ്ണകുമാറാണ് ഭാര്യ സംഗീതയെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയത്. വണ്ടാഴിയിൽ നിന്നും കാറിൽ കോയമ്പത്തൂരിലെത്തി സംഗീതയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. തിരികെ വീട്ടിലെത്തിയ കൃഷ്ണകുമാർ അച്ഛന്റെ മുന്നിൽ വെച്ച് എയർഗൺ ഉപയോഗിച്ച് സ്വയം ജീവനൊടുക്കി. വീട്ടുമുറ്റത്താണ് മൃതദേഹമുണ്ടായിരുന്നത്. അധ്യാപികയാണ് കൊല്ലപ്പെട്ട സംഗീത. ഭർത്താവ് കൃഷ്ണകുമാറും 2 പെൺമക്കളുമായി കോയമ്പത്തൂരിലായിരുന്നു താമസം. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിലെ പ്രതികളും SSLC പരീക്ഷ എഴുതി. പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിനെതിരെ വെള്ളിമാടുകുന്ന ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുന്നിൽ രാവിലെ മുതൽ പ്രതിഷേധ പരമ്പര അരങ്ങേറി. പ്രതിഷേധം കണക്കിലെടുത്ത് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ പരീക്ഷ എഴുതാൻ അവസരമൊരുക്കുകയായിരുന്നു. രാവിലെ 6:30 KSU പ്രവർത്തകരാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത്. പ്രധാന കവാടത്തിൽ പ്രവർത്തകരെ തടഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് MSF പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പലതവണ പ്രതിഷേധവുമായെത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലർ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മതിലെടുത്ത് ചാടി ജുവനൈൽ ജസ്റ്റിസ് ഹോമിന്റെ കോമ്പൗണ്ടിൽ കടന്നു. കേസിൽ പ്രതികളായവർ പരീക്ഷ എഴുതുന്ന ഹാളിലെത്താനായിരുന്നു ശ്രമം. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. MSF പ്രവർത്തകരും കോമ്പൗണ്ടിനുള്ളിൽ കടന്ന് പ്രതിഷേധമുയർത്തി. പ്രതിഷേധിക്കാനെത്തിയ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തു. പ്രതിഷേധം കണക്കിലെടുത്താണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ട കുട്ടികളെ താമരശ്ശേരിയിലേക്ക് പരീക്ഷ എഴുതാൻ കൊണ്ടുപോകേണ്ട എന്ന് തീരുമാനിച്ചത്. ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിലേക്കും പ്രതിഷേധം ഇരമ്പിയതോടെ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ പുറത്തിറക്കേണ്ട എന്ന് അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. തുടർന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ ഇവർക്ക് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കിയത്. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം വിതുരയിൽ 16-കാരന് സമപ്രായക്കാരുടെ ക്രൂരമർദ്ദനം. പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം.
വാഴത്തോപ്പിൽ വെച്ച് വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 പേരെ ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയച്ചു. കഴിഞ്ഞ മാസം 16-ന് വിതുരയിലെ തൊളിക്കോടാണ് സംഭവം നടന്നത്. പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. വാഴത്തോപ്പിൽ വെച്ചാണ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്നത്. സംഘം ചേർന്ന് കുട്ടിയുടെ തലയിൽ കൈകൊണ്ട് ആഞ്ഞടിക്കുകയും ചവിട്ടുകയും ചെയ്തു. എന്നാൽ മർദ്ദന വിവരം കുട്ടി വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. പിന്നീട് മർദ്ദന ദൃശ്യങ്ങൾ നാട്ടിൽ പ്രചരിച്ചു. കുടുംബശ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മർദ്ദന ദൃശ്യം കണ്ട 16-കാരന്റെ അമ്മയാണ് ആര്യനാട് പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് കുട്ടിയെ മർദ്ദിച്ച 4 വിദ്യാർത്ഥികളെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. നടപടികൾക്ക് ശേഷം ഇവരെ മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇവർക്ക് കൗൺസിലിംഗ് നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ കൂടുതൽ കേസുകളിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയതിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിതൃമാതാവിനെ കൊലപ്പെടുത്തിയതിൽ നേരത്തെ അഫാന്റെ അറസ്റ്റ് പാങ്ങോട് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വെഞ്ഞാറമൂട് പോലീസിന്റെ നടപടി. സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. പേരുമലയിലെ വീട്ടിലായിരുന്നു കൊലപാതകങ്ങൾ. പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലും അറസ്റ്റുണ്ടാകും. ആദ്യ അറസ്റ്റുകളിൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക. നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് സെല്ലിലാണ് അഫാൻ. ആരോഗ്യനില സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ ജയിലിലേക്ക് മാറ്റും. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകുന്ന കാര്യവും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. 3 ഇടങ്ങളിലായാണ് 5 കൊലപാതകങ്ങൾ നടന്നത്. ഇവിടങ്ങളിലടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രമുഖ യൂറോളജിസ്റ്റ് ഡോക്ടർ ജോർജ് എബ്രഹാമിനെ എറണാകുളത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹത്തിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംസ്കാരം നാളെ നടക്കും. നെടുമ്പാശ്ശേരി തുരുത്തുശ്ശേരിയിലുള്ള സ്വന്തം ഫാം ഹൗസിൽ ഇന്നലെ രാത്രിയാണ് ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവധി ദിവസങ്ങളിലാണ് ഡോക്ടർ ഫാം ഹൗസിൽ സാധാരണ എത്താറുള്ളത്. ഞായറാഴ്ച ഇവിടെ വന്ന ശേഷം മടങ്ങിയെത്താത്തതിനാൽ മകൻ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചു. കിട്ടാതായതോടെ നേരിട്ട് അന്വേഷിച്ചു വരികയായിരുന്നു. മുകളിലേക്കുള്ള ഗോവണിയിൽ പ്ലാസ്റ്റിക് ചരടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ കുറിപ്പിൽ തനിക്ക് ചികിത്സയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നും രോഗത്തിന് അടിപ്പെട്ടതായും ഇതുമൂലമുള്ള നിരാശ കൊണ്ട് ജീവൻ ഒടുക്കുകയാണെന്നും എഴുതിയതായി പോലീസ് പറയുന്നു. കൊച്ചി ലേക്ഷോർ ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ ജോർജ് എബ്രഹാം. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ആശുപത്രിയിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം നാളെ ചെറുതോട്ടുകുന്നിൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടക്കും. 3000-ലധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടർ ജോർജ് പി എബ്രഹാം ഈ രംഗത്ത് രാജ്യത്തിന് പുറത്തും അറിയപ്പെടുന്ന വ്യക്തിയാണ്. ന്യൂസ് 18 കൊച്ചി. സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ. സമരത്തിന്റെ 22ാം ദിവസം ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. വിവിധ ജില്ലകളിൽ നിന്നുള്ള 100-ലധികം ആശാവർക്കർമാർ മാർച്ചിൽ അണിനിരന്നു. അതേസമയം നിയമസഭയിൽ ആരോഗ്യമന്ത്രി നിലപാട് ആവർത്തിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കലാനുകൂല്യം പ്രഖ്യാപിക്കാതെ 62 വയസ്സിലെ ആശമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക, 5 ലക്ഷം രൂപ വിരമിക്കലാനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളിൽ ഉറച്ചുനിന്നാണ് ആശാവർക്കർമാരുടെ പ്രക്ഷോഭം. ഇവ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആശാവർക്കർമാർ പറയുന്നു. കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ്. മനുഷ്യത്വമുള്ള മുഴുവൻ ആളുകളും ഞങ്ങളെ പിന്തുണയ്ക്കും. തീർച്ചയായിട്ടും ചർച്ച ചെയ്യണമല്ലോ. കാരണം ഇത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അല്ലേ. ഞങ്ങൾ വളരെ സമാധാനപരമായി ചെയ്യുന്ന സമരമാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്തേ മതിയാവുള്ളൂ. പരിഹരിക്കണം. അങ്ങനെയില്ല. മന്ത്രി വീണ്ടും നിയമസഭയ്ക്കകത്ത് കള്ളം പറയാണ്. കഷ്ടമെന്നേ പറയാനുള്ളൂ. അവരാ ഒരു മാസം ഓണറേറിയം കൊടുക്കും, പിന്നെ ഒരു മാസം ഇൻസെന്റീവ് കൊടുക്കും. എങ്ങനെയാണ് ഒരു മാസം ഈ വരുമാനം എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. അവരതൊക്കെ ഒന്ന് കാണട്ടെ. സമരത്തിന് പ്രതിപക്ഷവും പിന്തുണ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം DCCയുടെ നേതൃത്വത്തിൽ സമരപന്തലിലേക്ക് ഐക്യദാർഢ്യ മാർച്ച് നടത്തി. ശത്രുക്കളെ പോലെയാണ് സർക്കാർ പെരുമാറുന്നതെന്നും ഭീഷണിപ്പെടുത്തിയാൽ മുട്ടുമടക്കുമെന്ന് കരുതേണ്ടെന്നും
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആശാവർക്കർമാരാണ് കേരളത്തിന്റെ പൊതുശത്രുക്കൾ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഇവരെ ശത്രുക്കളായി കണ്ട അവർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കുന്നത്. സമരം UDF ഏറ്റെടുക്കുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതികരിച്ചു. ഈ സമരം അവസാനിപ്പിക്കില്ല. സഹോദരിമാരുടെ സമരത്തോടൊപ്പം ഒട്ടുനിന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു. മനുഷ്യത്വം കാണിക്കാത്തൊരു സർക്കാർ. അതേസമയം വിഷയത്തിൽ സഭയിലും ആരോഗ്യമന്ത്രി നിലപാട് ആവർത്തിച്ചു. ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുകയാണ്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം നൽകാനുള്ള 100 കോടി രൂപ അനുവദിക്കുന്നില്ലെന്നും വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. ചില മാധ്യമങ്ങൾ, ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത മന്ത്രിയുടെ വാദം എന്നാണ്. സാർ, വാദമല്ല, നമ്മുടെ മുന്നിലുള്ള കണക്ക്, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ, കണക്കുകളാണ് സാർ. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതും എനിക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് കേരളത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ ആശമാരുടെ ഉൾപ്പെടെയുള്ള ആവശ്യമാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MP-മാർ കേന്ദ്രത്തിൽ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കണം എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സർ. ന്യൂസ് 18 തിരുവനന്തപുരം. ആശമാരുടെ സമരത്തിൽ കുട വിതരണം ചെയ്ത കേന്ദ്രമന്ത്രിയെ പരിഹസിച്ച CITU. കുട കൊടുക്കുന്നതിന് പകരം ആശമാർക്ക് ഓണറേറിയം കൊടുക്കാൻ പാർലമെന്റിൽ സംസാരിക്കേണ്ടേ എന്നായിരുന്നു CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിന്റെ ചോദ്യം. കുട മാത്രമാണോ, ഇനി ഉമ്മ കൂടി കൊടുത്തോ എന്നറിയില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ പരാതി കൊടുത്തപ്പോൾ അത് നിർത്തിയെന്നും ഗോപിനാഥ്. സുരേഷ് ഗോപി എത്തുന്നു സമരകേന്ദ്രത്തിൽ, എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണ്, ഇനി ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്ന് തോന്നുന്നു. ഇപ്പൊ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി. കൊട കൊടുക്കുന്നതിന് പകരം ഈ ഓണറിയത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കൊടുക്കണ്ടേ? ആ ഓഫറുമായിട്ട് വേണ്ടേ ആ സമരപന്തലിൽ വരാൻ? അങ്ങനെയല്ലേ BJPയും കോൺഗ്രസും ചെയ്യേണ്ടത്? ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. കുടുംബത്തിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. അപ്പീൽ തള്ളിയത് നിരാശയുണ്ടാക്കിയെന്നും തുടർ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും കുടുംബം പ്രതികരിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. കേസ് ഡയറി പരിശോധിച്ചതിൽ നിന്നും കേസ് അന്വേഷണം CBIക്ക് കൈമാറേണ്ടതില്ലെന്നും സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്നും ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാറും ജോബിൻ സെബാസ്റ്റ്യനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. നിലവിലെ അന്വേഷണം കാര്യക്ഷമമാണെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു. വിധിയിൽ വിഷമമുണ്ടെന്നും തുടർ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഭാര്യ മഞ്ജുഷ. CBI അന്വേഷണം ഇപ്പൊ കോടതിയിൽ ഞങ്ങളുടെ ആവശ്യം കോടതി അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. എന്താണ് എന്നറിയില്ല കോടതി അംഗീകരിക്കാതിരുന്നത്. നമ്മൾ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് രാംകുമാർ സാർ നന്നായിട്ട് തന്നെ കോടതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തതാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. തുടർന്ന് നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. CBI അന്വേഷണം തള്ളിയതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി PP ദിവ്യ. അഭിപ്രായം പറയാനുള്ള ആർജവം അടിയറവ് വെക്കരുത് എന്ന പോസ്റ്റാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. 2024 ഒക്ടോബർ 15-നാണ് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. വിവാദങ്ങൾക്കിടെ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് സംസ്ഥാന സർക്കാർ. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ 2ന്റെ അവതരണം മാറ്റിവെച്ചു. ഈ ബില്ലിന് മേൽ ഗവർണർ മുൻകൂർ അനുമതി നൽകാത്തതാണ് കാരണം. അതേസമയം സർക്കാർ അവതരിപ്പിച്ചത് തട്ടിക്കൂട്ട് ബില്ലാണെന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത്. ഏറെ വിവാദങ്ങൾക്കും പരസ്യ പ്രതിഷേധങ്ങൾക്കുമിടയിലാണ് സ്വകാര്യ സർവകലാശാല ബിൽ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഒപ്പം സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളിൽ ആദ്യത്തേതും സഭ പാസാക്കി. എന്നാൽ അതിൽ സ്ഥാപനങ്ങളുടെ നിയന്ത്രണവും അധികാരവും സംബന്ധിച്ച 2ാമത്തെ ബിൽ അവതരിപ്പിച്ചില്ല. ഈ ബില്ലിന് മേൽ ഗവർണർ മുൻകൂർ അനുമതി നൽകാത്തതാണ് അവതരണം മാറ്റിവെക്കാൻ കാരണം. ബില്ലിന്റെ മലയാളം പതിപ്പ് മാത്രമാണ് ഗവർണർക്ക് അയച്ചു നൽകിയത്. ഇംഗ്ലീഷ് പതിപ്പ് ഗവർണർക്ക് അയച്ചിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് സഭയിൽ വ്യക്തമാക്കി. ഒറ്റ നിയമം കൊണ്ടുവന്ന് അതിൽ പട്ടിക ഉൾപ്പെടുത്തി സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനായി നിയമനിർമ്മാണം മുഖേന പ്രസ്തുത പട്ടിക ഭേദഗതി ചെയ്തുകൊണ്ട് ഓരോ സർവകലാശാലകൾ സ്ഥാപിക്കുന്നത് വഴി റെഗുലേഷനുകളിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതാണ്. അതേസമയം സർക്കാർ അവതരിപ്പിച്ച ബിൽ തട്ടിക്കൂട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്വകാര്യ സർവകലാശാല നിയമം സംബന്ധിച്ച ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും മറ്റ് 2 ബില്ലുകൾ പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഫീസും മറ്റ് ചാർജുകളും നിശ്ചയിക്കുകയും ആവശ്യപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് വരുന്ന സർവകലാശാലകളാണ്.
സർക്കാരിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും അതിന്റെ മീതെ ഇല്ല എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്കും അയക്കണം, മറ്റ് 2 ബില്ലുകൾ പിൻവലിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനം മെച്ചപ്പെടുത്താനാണെന്നാണ് സർക്കാർ വാദം. എന്നാൽ ഇതെല്ലാം പരാജയപ്പെടുകയാണെന്നും കൃത്യമായ പഠനം നടത്തി മാത്രമാണ് തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നും പ്രതിപക്ഷം സഭയിൽ ആവർത്തിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വകാര്യ സർവകലാശാലകളോട് CPM-ന് യോജിപ്പില്ലെന്ന് MV ഗോവിന്ദൻ. എങ്കിലും ഇടതുമുന്നണി സർക്കാർ ഇത് കൊണ്ടുവരാൻ തീരുമാനിച്ചത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി നയിക്കുമോ എന്ന ചോദ്യത്തിന് സസ്പെൻസ് നിലനിർത്താനായിരുന്നു മറുപടി. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM-ന്റെ രാഷ്ട്രീയ നിലപാട് നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അത് മനസ്സിലായില്ല ഇതുവരെ. ഇതൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം CPIM-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് വരാൻ. ഞാൻ പറഞ്ഞില്ല, പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് പറയുന്നത്. CPIM നിലപാട് അല്ലെങ്കിൽ CPI-യുടെ നിലപാട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് എന്ന് ധരിച്ചതേ തെറ്റ്. ഞാൻ ഞെട്ടൽ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ CPIM-ന്റെ രാഷ്ട്രീയ നിലപാടല്ല ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടും. ഇല്ല, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല സംസ്ഥാന ഗവൺമെന്റ്. സ്വകാര്യ സർവകലാശാല മാത്രമല്ല, വേണ്ട എന്നുള്ളത് തന്നെയാണോ CPM-ന്റെ? വിദേശ സർവകലാശാല വേണ്ടെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം വിദേശ സർവകലാശാല വരാതിരിക്കില്ല. ഇവിടെ സ്വാശ്രയം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാശ്രയം വേണ്ടെന്ന് വേണം മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, പരിമിതി അതാണ്. ഞങ്ങൾ നിലപാടുകൾ മുന്നോട്ടേക്ക് വെക്കുകയാണ്. നിലപാടുകൾ ചിലത് ഞങ്ങളുടെ നിലപാട് തന്നെ ഞങ്ങൾക്ക് നടപ്പിലാക്കാനാവാത്ത സാഹചര്യം വരുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി നിങ്ങൾ ആരും ഷീറ്റിലാണെന്ന് യൂണിവേഴ്സിറ്റി വരുന്നു. CPM-ന്റെ നയമല്ല ഈ സ്വകാര്യ സർവകലാശാലകൾ വിദേശ സർവകലാശാലകൾ അല്ലേ? പക്ഷെ അത് നടപ്പിലാക്കാൻ അത് നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എതിർപ്പില്ല. പിണറായി 3-ലേക്ക് വരുമ്പോൾ പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ, അതാണോ? അതൊന്ന് കൂടുതൽ ക്ലാരിറ്റി വരും. കാരണം അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട്. പിണറായി നയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പിണറായി നയിക്കും, അല്ലെങ്കിൽ പിണറായി ഗവൺമെന്റ് നല്ലതല്ല, LDF ഗവൺമെന്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. LDF ഗവൺമെന്റ് ആര് നയിക്കണം എന്നുള്ളത് പാർട്ടി അന്നേരം അതാത് സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ തീരുമാനിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ നയിക്കുന്നയാളെ കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മുഖമായിട്ട് വരിക എന്നുള്ളതല്ലോ. നയിക്കുന്നയാൾ തന്നെ മാറേണ്ട കാര്യം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഇനി അതിന്റെ തുടർച്ച വരുമ്പോൾ അന്നത്തെ പരിസ്ഥിതിയിലാണ് തീരുമാനിക്കുക. ഓസ്കറിൽ തിളങ്ങി അനോറ. തൊണ്ണൂറ്റിയേഴാമത് ഓസ്കർ അവാർഡുകൾ വാങ്ങിക്കൂട്ടി അനോറ. ന്യൂയോർക്കിലെ ഒരു ലൈംഗിക തൊഴിലാളിയുടെ കഥ പറയുന്ന ചിത്രം 5 പുരസ്കാരങ്ങളാണ് നേടിയത്. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, മികച്ച എഡിറ്റർ, മികച്ച നടി എന്നീ അവാർഡുകളാണ് അനോറ വാങ്ങിയത്. ഷോൺ ബേക്കറാണ് വ്യക്തികളിൽ താരമായത്. തിരക്കഥ, സംവിധാനം, എഡിറ്റർ പുരസ്കാരങ്ങൾ ഷോൺ ബേക്കർ കരസ്ഥമാക്കി. മൈക്കി മാഡിസൺ മികച്ച നടിയായി മാറിയപ്പോൾ ഏഡ്രിയൽ ബ്രോഡി ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലൂടെ മികച്ച നടനായി. മികച്ച സംഗീതവും മികച്ച ഛായാഗ്രഹകൻ പുരസ്കാരവും ബ്രൂട്ടലിസ്റ്റ് നേടി. പ്രതീക്ഷയോടെ ഓസ്കറിൽ മത്സരിക്കാനിറങ്ങിയ കോൺക്ലേവിനും ദി സബ്സെറ്റ്സിനും ഓരോ പുരസ്കാരം മാത്രമാണ് നേടാനായത്. ഇന്ത്യൻ പ്രതീക്ഷയായിരുന്ന ഷോർട്ട് ഫിലിം അനുജയ്ക്കും നേട്ടം ഉണ്ടാക്കാനായില്ല. റഷ്യയുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നൽകിയ സഹായത്തിന് നന്ദി ആവർത്തിച്ചറിയിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ട്രംപ് സെലൻസ്കി സംഘർഷത്തിന് അയവ് വരുത്താനായി യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശപ്രകാരമാണ് യുഎസിന് നന്ദി പറയുന്ന വീഡിയോ സെലൻസ്കി സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. സമൂഹമാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇങ്ങനെ പറയുന്നു: അമേരിക്കയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നു. റഷ്യക്കെതിരായ യുദ്ധത്തിൽ അമേരിക്കയിൽ നിന്നും ലഭിച്ച എല്ലാ പിന്തുണയ്ക്കും നന്ദി. അമേരിക്കയോട് നന്ദി തോന്നാത്ത ഒരു ദിവസവും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞങ്ങളുടെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിച്ചതിനുള്ള നന്ദിയാണിത്. ട്രംപ് സെലൻസ്കി തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ലണ്ടനിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷമായിരുന്നു സെലൻസ്കി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്.
സെലൻസ്കിയുമായുള്ള വാക്തർക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും പ്രധാനമായും ഉന്നയിച്ചത് അമേരിക്കൻ സഹായത്തിന് സെലൻസ്കി നന്ദി പറയുന്നില്ല എന്ന വാദമായിരുന്നു. ട്രംപ് സെലൻസ്കി തർക്കത്തിൽ സെലൻസ്കിക്ക് ഉറച്ച പിന്തുണ നൽകിയ യൂറോപ്യൻ യൂണിയന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴത്തെ ഈ നന്ദി പ്രകടന വീഡിയോ എന്നതും വ്യക്തം. അമേരിക്ക സൈനിക സഹായം പിൻവലിക്കുമെന്നും നാറ്റോയ്ക്കുള്ള വിഹിതം റദ്ദാക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. തൽക്കാലം അമേരിക്കയെ പിണക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തിരിച്ചടിയാവുമെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അനുനയ നീക്കം. അമേരിക്കൻ സഹായത്തിന് നന്ദി അറിയിക്കുമ്പോഴും മാപ്പ് പറയണമെന്ന ആവശ്യം സെലൻസ്കി അംഗീകരിച്ചിട്ടില്ല. യുഎസുമായി ധാതു കരാറിൽ ഒപ്പിടാൻ യുക്രൈൻ ഇപ്പോഴും തയ്യാറാണെന്നും സെലൻസ്കി BBC-യോട് പറഞ്ഞു. ധാതു ഖനന കരാറിൽ അമേരിക്കയ്ക്ക് സവിശേഷ താൽപര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സെലൻസ്കിയുടെ നന്ദി പ്രകടനത്തോടുള്ള ട്രംപിന്റെ പ്രതികരണമാണ് അനുനയ നീക്കത്തിന്റെ ഭാവി നിശ്ചയിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസ് പ്രവർത്തക ഹിമാനി നർവാലിനെ കൊലപ്പെടുത്തിയത് സുഹൃത്ത് സച്ചിൻ. ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ബഹദൂർ സ്വദേശിയാണ് സച്ചിനും ഹിമാനിയും തമ്മിൽ 1.5 വർഷമായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഫോൺ ചാർജിംഗ് കേബിൾ കഴുത്തിൽ കുരുക്കിയാണ് സച്ചിൻ ഹിമാനിയെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. തെലങ്കാനയിൽ തകർന്ന തുരങ്കത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. നാഗർ കുർണൂളിലെ ശ്രീശൈലം ഇടത് ബാങ്ക് കനാൽ തുരങ്കത്തിൽ എഞ്ചിനീയർമാരും തൊഴിലാളികളും ഉൾപ്പെടെ 8 പേരാണ് കുടുങ്ങിയത്. കഴിഞ്ഞ 10 ദിവസമായി 12 ടീമുകളാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ കുടുങ്ങിക്കിടക്കുന്നവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് ദേശീയ ദുരന്ത നിവാരണ സേന കമാൻഡർ VPN പ്രസന്നകുമാർ പറയുന്നത്. ഓപ്പറേഷൻ പൂർണ്ണതോതിൽ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിലെ ചമോലി ഹിമപാതത്തെ തുടർന്ന് ആരംഭിച്ച രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. 8 പേരാണ് അപകടത്തിൽ മരിച്ചത്. 46 പേരെ രക്ഷിക്കാൻ സാധിച്ചു. ഫെബ്രുവരി 28 പുലർച്ചെ 5:30-നും 6-നും ഇടയിലാണ് ഗർവാൾ സെക്ടറിലെ മന ഗ്രാമത്തിൽ ഹിമപാതമുണ്ടായത്. ഈ സമയത്തെ BRO ക്യാമ്പിന്റെ മന ഗേറ്റിന് സമീപം ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് അപകടത്തിൽ കുടുങ്ങിയത്. ഇന്ത്യൻ സൈന്യം, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, BRO, ലോക്കൽ പോലീസ്, ആരോഗ്യവകുപ്പ് എന്നിവർ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദേശീയ വന്യജീവി ദിനത്തിൽ ഗിർ വനം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്യജീവികൾക്കായുള്ള റഫറൽ കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. ഏഷ്യൻ സിംഹങ്ങളുടെ കണക്കെടുപ്പ് ഈ വർഷം തന്നെ നടത്തുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ ദൃശ്യങ്ങളോടെ ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. बैठकों को कैसे आने बड़ी पहले आंसू को लेकर मन, क्योंकि इंसान और नहीं होती तो उस और तर्क